ാണ് പക്ഷേ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമേലാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയ. നമ്മുടെ കൊയിലാണ്ടി വന്ന ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി തിരിച്ച് ഓൺലൈനിലേക്ക് സജീവമായിട്ടല്ലേ, സോഷ്യൽ മീഡിയ രംഗത്തേക്ക് സജീവമായി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടേ. അതിൽ ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം വെറും കള്ളത്തരാണ്. കാരണം എന്താ വെച്ചാൽ, ചേച്ചി പറയുന്നത് എന്താ വെച്ചാൽ, ചേച്ചിയുടെ വീടിനോട് ചാഞ്ഞിട്ട് ഒരു മുള്ളുമുരുക്കുണ്ടായിരുന്നു. അത് വീടിന് ഭീഷണിയാവുമെങ്കിൽ അത് വെട്ടിക്കളയണ്ടേ, അതിൻ്റെ കുറച്ച് നെട്ടോട്ടത്തിലായിരുന്നു എന്നാ ചേച്ചി ചുമ്മാ പറയാ. കാരണം എന്താണെന്നറിയോ, ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മുള്ളുമുരുക്ക് ഉണ്ടായിരുന്നേ ചേച്ചി ഒരിക്കലും കൊയിലാണ്ടി തട്ടോളം വരില്ലായിരുന്നു. അത് ഉറപ്പുള്ള കാര്യമാണ് ചേച്ചി. പിന്നെ ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചേച്ചി നിരപരാധിയാന്ന്. അത് കാലം നിൻ്റെ വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക്, നിൻ്റെ വീട്ടുകാർക്കല്ല. നിൻ്റെ വീട്ടുകാർക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം. നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിൻ്റെ ആ വ്യാജ കല്യാണം ഉണ്ടല്ലോ, വ്യാജമുടക്കുണ്ടല്ലോ, അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്കൽ ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവരെ നാവ് കൊണ്ട് പറയുന്നൊരു കാലം ഉണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ മുഴുവനോ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതിലെനിക്ക് വിരോധമല്ല. കാരണം ഞാൻ എന്താ പറയുക, മരണത്തോട് മല്ലിട്ട് ICUവിൻ്റെ അകത്ത് കിടന്ന സമയത്ത് പോലും ഈ സോഷ്യൽ മീഡിയ പറഞ്ഞത് എന്താണെന്നറിയോ, നാടകമാണെന്ന്. അപ്പം അത്രത്തോളൊന്നും വരൂലല്ലോ ഇത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സംസാരിക്കാനും ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഈ ചേച്ചി മുതലെടുത്തിട്ട് ചേച്ചി അങ്ങോട്ട് വിളിച്ചിട്ട് വീഡിയോ ചെയ്യോ പ്ലീസ്, ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, അതേപോലെ ഞാൻ ആരെയും വിളിച്ച് അപേക്ഷിക്കാനോ ആരെ കൊണ്ടും വീഡിയോ ചെയ്യിക്കാനോ നിന്നിട്ടില്ല. വീഡിയോ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടുണ്ട്, അത് ചേച്ചിയുടെ വിജയമായിട്ടല്ല കൂട്ടേണ്ടത്. അവർക്കൊരു കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ. ആ കണ്ടന്റ് ഒരു 2-3 ദിവസം, അതിലേക്കപ്പുറം പോകില്ല ചേച്ചിയെ. അത് കഴിയുമ്പോഴേക്കങ്ങ് പോകും. പിന്നെ യൂട്യൂബർമാർ ഭയങ്കര ഹൈപ്പിലുള്ള തംബ്ലൈനൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്ത് കണ്ടു. ചിലർ പറയുന്നു ഞാൻ ജയിലിലാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു എന്നെ പോലീസ് പൊക്കിയെന്ന് പറയുന്നു, ചിലർ പറയുന്നു വനിതാ കമ്മീഷൻ ഇടപെട്ടു എന്ന് പറയുന്നു. ആര് തന്നെ ഇടപെട്ടാലും, ഇനി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വരെ ഇടപെട്ടാലും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ റീസൺ ഉണ്ട്. പറഞ്ഞു കൊടുക്കേണ്ട ഡേറ്റ്, മാസമുണ്ട് എൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഞാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആ ഒരു മാസം, ആ ഒരു ഡേറ്റിന് അവളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ പേടിച്ചാൽ പോരെ. അപ്പോൾ ഇവള് അത്രമേൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നോലെ. സർപ്പമല്ല, ഞാഞ്ഞൂലാണല്ലോ കൊത്തിയത് മോളെ. അത്തായം മുടങ്ങാൻ ഒരു ഞാഞ്ഞൂല് മതി. അത് നിനക്കറിയില്ല. അത് നീ അറിയും നിൻ്റെ ഭർത്താവ് വീട്ടിൽ നിന്ന്. ഒക്കെ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ വെയിറ്റ് ചെയ്ത് നിന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ പയ്യനൊരു പാവാണ്. അതിൻ്റെ ലൈഫ് ഇതുപോലൊരു ഫ്രോഡ് പെണ്ണിൻ്റെ കൂടെ ജീവിച്ച് തീർക്കേണ്ടതല്ല. പോരാത്തതിന് ഈ പെണ്ണിന് പലരുടെയും ശാപമുണ്ട്, പല കുടുംബങ്ങളുടെയും ശാപമുണ്ട് ഇവൾക്ക്. കാരണം ഇവൾ സോഷ്യൽ മീഡിയ തുറന്ന് അന്ന് തൊട്ടിട്ട് ഇവൾ വ്യാജപ്രചാരണമാണ് ഓരോരുത്തരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെ അരി മേടിക്കുന്ന ഒരു ലെവലാണ് ഇവൾ. അതിനേക്കാട്ടിലുപരി അതിന് മുമ്പായിട്ട് ഇവളുടെ പരിപാടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, പല പുരുഷന്മാരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞ് പലരുടെയും കൂടെ കറങ്ങി ഒരിക്കൽ ഇവൾക്ക് അടി കിട്ടുമെന്നുള്ള അവസ്ഥയായപ്പോഴാണ് പിന്നെ ഇവൾ പുറത്തിറങ്ങാതെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഒതുങ്ങി നിന്നത്. ഇവൾക്ക് പല അസുഖങ്ങളും കൊടുത്ത് ദൈവം പരീക്ഷിക്കുന്നുണ്ട്. നേരെ ചൊവ്വെ കണ്ണുപോലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരുടെയും ശാപമാണത്. ആ ശാപം മോളെ നിന്നെ വിട്ടു പോകില്ല ഒരിക്കലും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണിന് നീ കണ്ണുനീര് വരുത്തിയിട്ടുണ്ട്, ഒരു മനുഷ്യക്കുഞ്ഞിനെ നീ ഇല്ലാതാക്കിയിട്ടുണ്ട്. നീ ഉത്തരം പറയുക ചെയ്യും. ഞാൻ നീ ഇവിടെ വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇവിടുന്ന് അത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നീ നിൻ്റെ വായു കൊണ്ട് പറഞ്ഞു ഇവിടുന്ന് അത് ചെയ്തു എന്നുള്ളത്. അതാണ് മോളെ ദൈവം എന്ന് പറയുന്നത്. ദൈവം നാളെ അവനവൻ്റെ നാക്കുകൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കും. അപ്പം ഞാൻ ഭയക്കാത്തത്,
ഞാൻ കുലുങ്ങാത്തത് എൻ്റെ അടുത്തൊരു ന്യായമുണ്ട് എന്നുള്ളതും എൻ്റെ കയ്യിൽ ഇതിനൊക്കെയുള്ള തെളിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിൻ്റെ വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നിൻ്റെ വീടിൻ്റെ സൈഡിൽ മുള്ളുമുരുക്കില്ല, ചുമ്മാ പറയുന്ന ഉണ്ടായിരുന്നേ നീ കൊയിലാണ്ടി വരില്ലായിരുന്നു. നമുക്ക് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത്. ഈ പെണ്ണിനെ ഏതോ ലോഡ്ജിൽ നിന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിൽ ഒതുങ്ങിയത്. കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത് 100 പേര് പറഞ്ഞതുകൊണ്ട് ഒരു കള്ളമായി മാറൂല. ഇപ്പം ഒരു മനുഷ്യക്കുഞ്ഞിനെ കൊന്ന ഒരുത്തി പുണ്യാളിച്ചും അത് കണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞ് ഞാൻ താടകയുമായി വന്നു. വിഷയമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ബോധിപ്പിച്ചിട്ട് ഇതോടുകൂടെ ഈ ഒരു വിഷയം വിടാനാണ് ഞാൻ തീരുമാനിച്ചത്. പേടിച്ചിട്ടാണെന്ന് ചിലരിപ്പോൾ പറയാൻ വരും. പേടിച്ചിട്ടല്ല. കാരണം ആ സ്ത്രീയുടെ വെപ്രാളം കണ്ടാലറിയാം ആ സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആ സ്ത്രീയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാനത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നീ ഇത്രയും കാലം ചെയ്ത വീഡിയോസൊക്കെ റിമൂവ് ചെയ്താൽ ഞാനും റിമൂവ് ചെയ്തോളാം, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെണ്ണ് അതിനൊക്കെ ആയി കുറേ മെസ്സേജുകളൊക്കെ അയച്ചു. പെണ്ണ് തന്നെ അത് ഡിലീറ്റ് ചെയ്തു. എന്നതിന് ശേഷമാണ് എനിക്കെതിരെ ഒരു വാളുമായിട്ട് എന്നുള്ള രീതിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ എൻ്റെ വോയിസ് അയച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്യോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ ആരോടും വീഡിയോ ചെയ്യാനും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും എന്നെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞിട്ടില്ല. കാരണം സത്യം എവിടെയാണോ അതേ വിജയിക്കുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് ഇത് മറ്റുള്ളവരിലേക്കൂടി എത്തണം, ഇത് കള്ളത്തരമാണ് എന്നുള്ളത് മറ്റുള്ളവരിലേക്കൂടി എത്തണം എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഈ പെണ്ണിനെ മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ, ഈ സത്യം മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ തെളിവ്. ഒന്നാമത്തെ കാര്യം, ഒരു വീഡിയോയിൽ പറയുന്നു, ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നത് ഒരു അബോർഷൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് വന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്കും ആ കുട്ടിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആ ഒരു സംഭവത്തെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ അബോർഷൻ ചെയ്തു എന്ന് പറയുന്നു എന്ന്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പലരുടെയും കയ്യിലുണ്ടാവും. ഞാനത് റിമൂവ് എന്നെക്കൊണ്ട് സ്റ്റേഷൻ സൈബർ സെൽ ഓഫീസിൽ നിന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. അപ്പം നിങ്ങൾക്കൊക്കെ കേട്ടവർക്കൊക്കെ അറിയാം ഇത് സംബന്ധിച്ച് വരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കുട്ടി പറഞ്ഞത് എന്താ, ഞാൻ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കേസ് ഞാൻ കേട്ടത് എന്താ വെച്ചാൽ കുട്ടിയുടെ കല്യാണം മുടങ്ങി എന്നുള്ളത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ അറിയാലോ, ഒരു വിവാഹം ഉറപ്പിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു വ്യാജ പ്രചരണം നടത്തുമ്പോഴേക്കും ആ വിവാഹം മുടങ്ങാൻ സ്വാഭാവികമായിട്ടും നിൽക്കൂല. കാരണം അത് ആ കുട്ടി ഈ കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടില്ല, കൊയിലാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ ആ വിവാഹം മുടങ്ങണമെന്നുണ്ടെങ്കിൽ ആ ചെക്കൻ്റെ വീട്ടുകാർ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് അവർക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുക. ഒരാളൊരു വാക്ക് പറയുമ്പോഴേക്കും ഒരു വിവാഹം എന്തായാലും മുടങ്ങിപ്പോകില്ലല്ലോ. അപ്പം അത്രമേൽ സത്യമുണ്ട് എന്നുള്ളത് ചെക്കൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കി. ഏതായാലും ചെക്കൻ നീ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ബിഗ് സല്യൂട്ട്. ഇനിയിപ്പോൾ പിന്മാറിയിട്ടില്ലെങ്കിൽ കാലം ഇത് എങ്ങനെയാണ് തെളിയിച്ച് തരാമെന്നറിയോ? പലർക്കും പറ്റുന്നൊരു സംഭവമാണ്. ആദ്യം നിങ്ങൾ അബോർഷൻ ചെയ്യാൻ പോയാൽ പിന്നെ ദൈവം ഒരു കുഞ്ഞിനെ തരൂല. അപ്പോൾ കുഞ്ഞിനെ തരാതിരിക്കുമ്പോൾ നിനക്കും അങ്ങ് മനസ്സിലാവും, ആ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പയ്യനും അങ്ങ് മനസ്സിലാവും ഇത് സത്യമായിരുന്നു. നിങ്ങൾ എന്നെ ഇങ്ങനെ കുരിശിലേറ്റുന്നതിൻ്റെ മുമ്പ് ആ കുട്ടിയെക്കുറിച്ച് അവളുടെ നാട്ടിലൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഓരോരോ പയ്യന്മാരുടെ കൂടെ ഓരോരോ സ്ഥലങ്ങളിൽ പോയൊരു പെണ്ണാണത്. ഈ പെണ്ണിനെ ഏതോ ലോഡ്ജിൽ നിന്ന് വരെ പിടിച്ചിട്ട് ലാസ്റ്റ് ഈ ലോഡ്ജിൽ നിന്ന് പിടിച്ചതിന് ശേഷമാണ് ഈ പെണ്ണൊരു യൂട്യൂബ് ചാനലുമായിട്ട് വീട്ടിൽ ഒതുങ്ങിയത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം എനിക്കെതിരെ കല്ലെറിയോ ചളിവാരിയെറിയോ എന്ത് വേണേലും ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എത്ര ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും സത്യത്തെ മൂടി വെക്കാൻ പറ്റൂല. ആ കുട്ടിയുടെ കള്ളത്തരങ്ങൾ ഇത്രമേൽ വെളിച്ചത്ത് ചാടാൻ ആ കുട്ടിയുടെ പേജിനെ എടുത്ത് നോക്കിയാൽ കാണാം. ഒരു കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട, ഗുരുവായൂർ പ്രശ്നമുണ്ടായ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് ആ കുട്ടിയുടെ പേജിലുണ്ട്. ഈ കുട്ടി ഇവിടെ വന്നു എന്ന് പറയുന്ന ആ ഡേറ്റിൻ്റെ ശേഷമാണ് ഈ കുട്ടി എനിക്ക് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യൽ തുടങ്ങിയത്. എല്ലാ വീഡിയോസും ആ കുട്ടിയുടെ അക്കൗണ്ടിലുണ്ട്, നിങ്ങൾ അതെടുത്ത് നോക്കുക. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കല്ലെറിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇതിൽ സത്യമുണ്ടോ എന്ന് പലരും വീഡിയോ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ മുഖം ചെയ്യണ്ടേ, ആ പെണ്ണ് പറഞ്ഞതല്ലേ, പക്ഷേ ഇതിൽ സത്യമുണ്ടോ എന്നുള്ളൊരു സംശയത്തോടെയാണ് പലരും ആ വീഡിയോ ചെയ്തത്. പലർക്കും അവളുടെ വോയിസ് ഞാൻ അയച്ച വോയിസായിട്ട് അയച്ചു കൊടുത്തിട്ട് അവർ ഇവളുടെ വീഡിയോ കോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പുറത്ത് വിടാത്തത് എൻ്റെ മാന്യത വിചാരിച്ചിട്ടാണ്, അല്ലാതെ കേസോ കൂട്ടോ ആകുമെന്ന് പേടിച്ചിട്ടല്ല. കാരണം ഇവൾ തെറ്റ് ചെയ്ത് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായൊരു സംഭവമാണ്. തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അത്. ഓക്കെ, അതങ്ങ് റിമൂവ് ചെയ്താൽ തീരാവുന്ന വിഷയമല്ലേ.